നമസ്കാരം. ഇന്ത്യൻ ഒറിഗാമിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഒറിഗാമി ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒറിഗാമിയിൽ ആദ്യം കണ്ട അത്ഭുതം. അതുകൊണ്ട് തന്നെ എനിക്കിത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു മോഡലാണ്. അതുകൊണ്ട് ഇത് ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഇതിൻ്റെ പിന്നിലെ കഥ കൂടി പറഞ്ഞു പോകാം. അന്ന് ഒത്തിരി കാലം മുൻപെയാണ്. അന്ന് ഞാൻ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ ആണ് പഠിക്കുന്നത്. അപ്പൂപ്പന് ചെറിയൊരു കടയുണ്ടായിരുന്നു, ഒരു പലചരക്ക് കട. അവിടെ ജോലിക്ക് വന്നിരുന്ന സുനി എന്നൊരാളുണ്ടായിരുന്നു. ഇന്ന് സുനി എന്നൊക്കെ കേട്ടാൽ നമുക്ക് ചിലപ്പോൾ പൾസർ സുനിയൊക്കെ ആയിരിക്കും ഓർമ്മ വരണത്. ഇതൊരു പാവം സുനി. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അന്ന് അദ്ദേഹമാണ് എനിക്ക് ഈ ഒരു മോഡൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിപ്പിച്ചത്. ഈ പൂ മാത്രമല്ല, വേറൊരു മോഡൽ കൂടി അദ്ദേഹം ഒന്ന് പഠിപ്പിച്ചിരുന്നു. അത് നമുക്ക് ഇനിയുള്ളൊരു അവസരത്തിൽ പറയാം. അന്ന് ഇതിൻ്റെ പേര് ഒറിഗാമി എന്നൊന്നും അറിയത്തില്ല. പക്ഷേ എന്നിരുന്നാലും എനിക്ക് വളരെ അത്ഭുതം ജനിപ്പിച്ചൊരു മോഡലാണ്. അന്നത്തെ ഒരു കാലഘട്ടത്തിൽ അധികം കണ്ടിട്ടുള്ള മോഡലല്ല. അന്ന് നമ്മൾ സാധാരണ കുട്ടികളൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഒന്നുകിലൊരു തോണി ഉണ്ടാക്കും, അല്ലേ, നമുക്ക് ബോട്ട് ഉണ്ടാക്കാം. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്യാമറയാണ് വേറൊരു മോഡൽ, വളരെ കോമൺ ആയിട്ടുള്ളൊരു മോഡൽ. പക്ഷേ ഇങ്ങനൊരു സംഭവം അധികം കണ്ടിട്ടില്ലായിരുന്നു. ഇന്നിപ്പോൾ ഇത് വളരെ കോമൺ ആണെങ്കിൽ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ കുറച്ച് റെയർ തന്നെയായിരുന്നു. ഇതുപയോഗിച്ച് ഞാൻ അന്ന് ക്ലാസ്സിലൊക്കെ കുറച്ച് ഷൈൻ ചെയ്യുമായിരുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഏതോ ശാസ്ത്ര സാഹിത്യ പരീക്ഷത്തിൻ്റെയോ എന്തോ ഒരു പരീക്ഷയിൽ, എന്തോ ഒരു ചെറിയൊരു കോമ്പറ്റീഷനിൽ ഇത് ഉപയോഗിച്ചൊരു ഫസ്റ്റ് അടിച്ചെടുത്തതും എനിക്കൊന്ന് ഓർമ്മയുണ്ട്. അന്നിതിനെ നമ്മൾ താമര അല്ലെങ്കിൽ താമര മൊട്ട് എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ കാലം ഒത്തിരി കഴിഞ്ഞു. പിന്നീട് ശങ്കർ വിക്രം കൂട്ടുകെട്ടിൽ ഇറങ്ങിയ അന്യൻ എന്നൊരു സിനിമ ഇറങ്ങേണ്ടി വന്നു. ശരിക്കും ഇത് താമരയല്ല, ടുലിപ്സ് എന്നൊരു പുഷ്പമാണ് എന്ന് മനസ്സിലായി. നമ്മളിപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, നമ്മൾ കറക്റ്റ് ഇത് സെൻറ്ററിലേക്കല്ല, പകരം ഒരല്പം ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ മോഡൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇതേ ഭാഗം തന്നെ നമുക്ക് മറുഭാഗത്തും റിപ്പീറ്റ് ചെയ്യാം. എന്തായാലും ഇത്രയും കാലം ഇത്ര കഴിഞ്ഞിട്ടും ഈ ഒരു പൂ നമുക്കിന്ന് കാണുമ്പോൾ, ഈ ഒരു മോഡൽ കാണുമ്പോൾ എന്നെ സുനിയും അതോടൊപ്പം അന്നത്തെ ആ കാലഘട്ടമൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഇത് എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യം. ഇനി നിങ്ങൾ എന്തുകൊണ്ട് ഈ മോഡൽ ട്രൈ ചെയ്യണമെന്ന് ചോദിച്ചാൽ, 2 മിനിറ്റിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതുമായിട്ടുള്ള ഡിസൈൻസിലടങ്ങിയ വളരെ കുറച്ച് മോഡലുകളേ ഉള്ളൂ. അതിലൊരെണ്ണമാണ് ഈ ടുലിപ്സ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. മോഡൽ ഉണ്ടാക്കുന്നവർ അതിൻ്റെ ലിങ്കിൽ കൂടി, ഇൻസ്റ്റഗ്രാമിൽ കൂടി ആ ഫോട്ടോസ് ഷെയർ ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ പേജിൽ അത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.